ഷലോം. ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്ന്. ഷബ്ബാത്ത് ഷലോം. ഞാൻ ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവ് പിന്നീട് എൻ്റെ ഫേസ്ബുക്കിൽ കാണുന്നില്ല. എന്ത് കാരണം കൊണ്ടാണ് ഫേസ്ബുക്കിൽ ലൈവ് ഇല്ലാത്തതെന്ന് അറിയില്ല. അത് അപ്ലോഡ് ആകാത്തയാണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല. ആ ലൈവ് അത് എൻ്റെ ഫേസ്ബുക്കിലില്ല, ഇന്നലെ വന്ന ലൈവ്. അപ്പോൾ പല ലൈവുകളും ഇതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു, അത് വീണ്ടും തിരിച്ചു വരുന്നു, അപ്രത്യക്ഷമാകുന്നു, ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ലൈവിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഷബാത്ത് ദിവസമാണ്. അപ്പോൾ ഷബാത്തിൻ്റെതായ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം 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 യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം, ഷലോം ഷലോം യെരൂശലേം. അപ്പോൾ ഷലോം ഷലോം യെരൂശലേം. ഷലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം. യെരൂശലേമിനെ സമാധാനം, യെരൂശലേമേ സമാധാനം. ഷലോം സമാധാനം, യെരൂശലേമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യെരൂശലേമിന്റെ എന്താ പറഞ്ഞ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവൻ എന്ന് ദൈവവചനം പറയുന്നത് എത്രയോ സത്യം. അപ്പോൾ യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ശത്രു ഓരോ ദിവസവും എഴുന്നേറ്റ് വെല്ലുവിളികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശത്രുവിന്റെ ഒരു മിനിറ്റ് സോറി. ഓക്കെ. അപ്പോൾ ശത്രു ഓരോ ദിവസവും ഇങ്ങനെ വെല്ലുവിളികളുമായിട്ടൊക്കെ ഇങ്ങനെ ശത്രു ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഒരു ദൈവ പൈതലായിട്ട് അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ജനത്തോടൊപ്പം ആയിരിക്കാനായിട്ട് ഐ ആം സ്റ്റാൻഡ് ഫോർ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുന്ന യൂത്ത് ഹേ വൗഖ് ഹേ എന്ന് പറയുന്ന ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നമ്മളും പോയി കയറുന്നത് പോലെ ആ ഫീലിംഗ് ആണ്. ആ ജനത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളെ എന്ത് പറഞ്ഞ സൃഷ്ടിച്ചാക്കിയ മഹത്വമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ധൈര്യത്തോടുകൂടി ഇന്ന് യുദ്ധമുഖത്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. യുദ്ധമുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പല അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള തങ്ങളുടെ എംബസിയുടെ ആൾക്കാരെ എല്ലാം ഇസ്രായേൽ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം ഇസ്രായേൽ യുദ്ധം ഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹമാസ് തീവ്രവാദികൾ അണ്ടർഗ്രൗണ്ടിൽ, നിങ്ങൾ ഈ പലസ്തീൻ എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു പ്രദേശം സത്യത്തിൽ പലസ്തീന്റെ എന്താ പറയുന്ന ഭൂപ്രകൃതി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് മുകളിൽ സ്കൂളുകളും ഹോസ്പിറ്റലുകളും അതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ എന്താ പറയുക കുറെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ സത്യത്തിൽ ഒരു പട്ടണം പണിത് വെച്ചിട്ടുണ്ട്. ഈ അണ്ടർഗ്രൗണ്ടിൽ ഈ പട്ടണം പണിത് വെച്ചിട്ട് ഈ പട്ടണത്തിനകത്താണ് ഇവന്മാർ കയറി ഒളിത്താവളം പോലെ ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതായത് മുകളിൽ നിങ്ങൾ കാണുമ്പോൾ കാണുന്ന എന്താ പറയുന്ന ഒരു ഇസ്രായേൽ പട്ടണം, ഒരു പലസ്തീന്റെ പട്ടണം പോലെയല്ല. പിന്നെയോ അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇവന്മാര് എന്ത് ചെയ്തിട്ടുണ്ട്, താവളം കെട്ടിയിരിക്കുകയാണ്. ഈ അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി ഇവന്മാരെ തകർക്കാൻ പോകുന്നത്. അവന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറി അവന്മാരെ എന്ത് ചെയ്യാൻ പോവുകയാണ്, തകർക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഇസ്രായേലില് എന്താ പറയുക ഗാസയ്ക്ക് ചുറ്റുമായിട്ട് 3 ലക്ഷം സൈന്യത്തെ ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുണ്ട്, അണിനിരത്തിയിട്ടുണ്ട്. കാരണം
കോട്ടയ്ക്കുള്ളിൽ ഇറങ്ങിച്ചെന്ന് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവന്മാർ കോട്ടയ്ക്കകത്ത് സജ്ജീകരണം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളായിരിക്കത്തില്ല. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവനെയും പ്രാണനെയും ത്യാഗം ചെയ്ത് തന്റെ നാടിന് വേണ്ടിയിട്ട് ഈ തീവ്രവാദികളെ കൊന്നൊടുക്കുക എന്ന് പറയുന്ന ഒരു മിഷൻ എന്ന് പറയുന്നത് അത് വളരെ അതികഠിനമായൊരു മിഷനാണ്. കാരണം ആ രാജ്യത്തിൽ സുരക്ഷിതമായ ആ രാജ്യത്തിലെ ജനമുണ്ട്, ആ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യണം. ഇസ്രായേൽ എപ്പോഴും ഈ ജനത്തെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ തീവ്രവാദികളോടൊപ്പം തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഇസ്രായേൽ സാധാരണക്കാരായ ജനങ്ങളോട് ഇസ്രായേൽ യുദ്ധത്തിന് പോകാറില്ല. കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ചും പലസ്തീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലിനോട് യുദ്ധത്തിന് പോരടിക്കുമ്പോൾ ഈ ശിഖണ്ഡികളെ പോലെ പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും പ്രായം ചെന്നവരെയും കുഞ്ഞുങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് ബാക്കിൽ നിന്നുമാർ യുദ്ധം ചെയ്യുന്ന ഒരു ശിഖണ്ഡി പരിപാടിയാ ഹമാസ് തീവ്രവാദികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. പക്ഷെ ഇസ്രായേല് ഈ കുഞ്ഞുങ്ങളെ കണ്ടും അല്ലെങ്കിൽ ഈ പ്രായം ചെന്നവരെ കണ്ടും ഈ സ്ത്രീകളെ കണ്ടും ഇസ്രായേൽ അവരെ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോകുമ്പോൾ ഇവന്മാരും നാൾക്ക് നാൾ ഈ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരിക്കലും ചുമ്മാ പോയി വലിഞ്ഞു കയറി എന്ത് ചെയ്യാറില്ല, യുദ്ധത്തിന് ഇസ്രായേൽ പോകാറില്ല. പിന്നെയോ ഈ തീവ്രവാദികൾ ഈ കുഞ്ഞുങ്ങളെയും ഈ പ്രായം ചെന്നവരെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശിഖണ്ഡി യുദ്ധമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന് ഘടിപ്പിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇസ്രായേൽ തന്റെ കോട്ടയ്ക്കകത്ത് കയറി, അതായത് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്ക് അകത്ത് കയറിയിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ പിന്തിരിഞ്ഞ് പോകാൻ താല്പര്യപ്പെടുന്നില്ല. മുച്ചൂടും മുടിക്കുവാൻ തന്നെ ഹമാസ് തീവ്രവാദികളെ ഒന്നടങ്കം മുടിക്കുവാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കേരളത്തിൽ പലസ്തീനിൽ നിന്നും പഠിക്കാൻ വന്ന 2 പേരുടെ ഭവനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പേരിൽ അവരുടെ കുടുംബക്കാർ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുക, ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുക. ആ പലസ്തീൻ സഹോദരിയെയും കുടുംബത്തെയും ഒക്കെ അങ്ങ് മുഖ്യമന്ത്രി ഡയറക്റ്റ് ഫോണിൽ വിളിച്ചിട്ട് തന്റെ വേദന അറിയിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നു. എത്ര ദയനീയവും പരാജയവുമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. സൗമ്യ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത് ജീവിച്ച് വളർന്ന് നമ്മുടെ കുടുംബത്തെ പോലെ, നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോഴാണ് മറ്റൊരു രാജ്യവും മറ്റൊരു വീടും നമ്മുടെ വീടുമായിട്ട് നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാകുന്നത്. അത് വേറൊരു കുടുംബവും വീടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. അപ്പോൾ രാജ്യവുമായി താരപ്പെടുന്നു, സ്റ്റേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ കേരളം എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഇതുപോലെ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മളുടെ ജനം എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് നമുക്ക്. അപ്പോൾ ഈ ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന പ്രിയ സഹോദരി കൊല്ലപ്പെട്ടപ്പോൾ ഈ കണ്ടവന്മാരൊന്നും നമ്മുടെ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദികൾക്കോ ഒന്നും തന്നെ, അതായത് കോൺഗ്രസിലുള്ള ശിഖണ്ഡികൾക്ക് പോലും പോസ്റ്റുകൾ മുക്കി ഓടേണ്ട ഗതികേട് വന്നു. ആർക്കും ഒരു ആദരാഞ്ജലി അർപ്പിക്കുവാനോ ആ സഹോദരിയുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാനോ ഒന്നും താല്പര്യം തോന്നിയില്ല. പക്ഷേ പലസ്തീനിൽ ഒരു കേരളത്തിൽ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബക്കാർ പലസ്തീനിൽ മരിച്ചതിന് ആ പെൺകുട്ടിയെ വിളിച്ചും ആ കുടുംബത്തെ വിളിച്ചും അങ്ങ് ആശ്വസിപ്പിച്ച് മുക്കിക്കൊല്ലുക മുഖ്യമന്ത്രി. അപ്പോൾ നമ്മുടെ നാടിന്റെ പോക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് തീവ്രവാദികളുടെ ഒളിത്താവളമായി കേരളം മാറിക്കഴിഞ്ഞു. ഹമാസ് തീവ്രവാദികളുടെ ഒളിത്താവളമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. ഹമാസ് തീവ്രവാദികൾ മാത്രമല്ല കേട്ടോ, കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ചിട്ട് ഹമാസ് തീവ്രവാദികൾക്കും അതുപോലെ തന്നെ അൽഖ്വയ്ദ തീവ്രവാദികൾക്കും അതുപോലെ തന്നെ ഐസിസ് തീവ്രവാദികൾക്കും എല്ലാം നല്ലൊരു വിളനിലം തന്നെയാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അത്രത്തോളം തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി കേരളത്തിൽ കിടന്ന് എത്രയെല്ലാം ഈ മനുഷ്യർ കിടന്ന് കുരച്ചാലും, എത്രയെല്ലാം ഞങ്ങൾ ഹമാസിനോടൊപ്പമാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ പലസ്തീനൊപ്പമാണെന്നും എല്ലാം നിങ്ങൾ പറഞ്ഞാലും, ഈ പലസ്തീന് ഒപ്പം എന്ന് കൂട്ടുപിടിച്ചുകൊണ്ട് ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ
കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന ഹമാസ് തീവ്രവാദികൾക്കാണ് സത്യത്തിൽ ഇവരെന്ത് ചെയ്യുന്നത്, കുട പിടിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം അപ്രകാരം ഒരു ഭയാനക കാഴ്ചയാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിൽ പോലും ഇസ്രായേൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോകില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ. ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ യുദ്ധം ജയിച്ചേ മടങ്ങി വരൂ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ജയിച്ചു മടങ്ങി വരാൻ പോകുന്നതെന്നുള്ളത് ഞാനൊരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം. ഓക്കെ, അതൊരു തമിഴ് പാട്ടാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. കാരണം ഇതിനകത്ത് കുറച്ച് പൊരുൾ അടങ്ങിയിട്ടുണ്ട്. ഈ പൊരുള് എന്താ പറയുന്നത്, കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആരാണ് ഇസ്രായേൽ, എന്താണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഇസ്രായേലിന്റെ മുമ്പിലൊക്കെ എന്തെല്ലാം നീയൊക്കെ സവാലിട്ടാലും നീ ഒന്നും ജയിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ ആ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. സാത്താനുക്ക് സവാൽ വിടും സന്തതി നാങ്ക, സേനകളിൻ ദേവനെപ്പോൾ വീരர்கள் നാങ്ക എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾ സാത്താനെ വെല്ലുവിളിക്കുന്ന ഒരു സന്തതിയാണ്. എടാ ശത്രുവേ, എടാ സാത്താനെ, ഹമാസ് തീവ്രവാദികളുടെ ഈ കൊടിയ ആക്രമണം ഇവിടെ അഴിച്ചിട്ട് നടമാടിക്കൊണ്ട് ഇവന്മാര് പോയപ്പോൾ ഈ സാത്താന്റെ ദുർപ്രവൃത്തി എന്ന് പറയുന്നതേ ഇത്രയും വൃത്തികേടുകളാണ്. അതായത് മനുഷ്യരാശിയെ ഞെട്ടിക്കുന്ന തരത്തില് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്തും പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏതോ ഒരു സാത്താന് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളി ഉണ്ടല്ലോ. ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്നുള്ള പേരില് ഇവരാരെയാ പ്രീതിപ്പെടുത്തുന്നു എന്ന് അറിയാണ്ട് ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന ഈ കൊലവിളി ഉണ്ടല്ലോ. അങ്ങനെ എത്ര തന്നെ ഈ ഭൂമുഖത്ത് വന്ന് നിഷ്ഠൂര പ്രവൃത്തികൾ അഴിച്ചുവിട്ട് ആ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവമേ അല്ല, സാക്ഷാൽ സാത്താന്റെ പ്രവൃത്തികളാണ് ഇവർ അഴിച്ചുവിടുന്നത്. സാത്താനെ പ്രസാദിപ്പിക്കാനാണ് ഈ പ്രവൃത്തി. അതുകൊണ്ട് തിരിച്ച് ഇസ്രായേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാത്താനുക്ക് സവാൽ വീടും സന്തതി നാങ്ക, സേനകളിൻ ദേവനെപ്പോൾ വീരர்கள் നാങ്ക. അതായത് സാത്താന് വെല്ലുവിളിക്കുന്ന സന്തതിയാ ഞങ്ങള്. മനസ്സിലായോ? സേനകളിൻ ദേവനെപ്പോൾ വീരர்கள் നാങ്ക, സൈന്യങ്ങളുടെ യഹോവയെപ്പോലെ ഞങ്ങള് സൈന്യങ്ങളുടെ യഹോവയെപ്പോലെ ഞങ്ങൾ ധീരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അടുത്ത വരിക, എന്റെ ദൈവത്താൽ ഞാൻ ഒരു സൈന്യത്തോട് പോരാടും, സൈന്യത്തോടു കൂടി ചേരും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഓക്കെ, കേട്ടോ അടുത്തത്. ഞങ്ങൾ ദൈവത്താൽ ശത്രുവിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ഇന്ന് ഇസ്രായേൽ ജനം 3 ലക്ഷം പേര് ഈ സാത്താന്റെ പ്രവൃത്തികളെ പിന്തുടരുന്ന സാത്താന്റെ സന്തതിയെ മുച്ചൂട് മുടിക്കുവാനായിട്ട് ആ ഹമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്ത് കയറിപ്പോ യുദ്ധം ചെയ്യുക. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങൾ സവാൽ വിടുക, വെല്ലുവിളിച്ചുകൊണ്ടാ ചെല്ലുന്നത്. അല്ലാതെ ഭീരുക്കളെ പോലെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും വിട്ട് ശിഖണ്ഡി യുദ്ധം നടത്തുകയല്ല ചെയ്യുന്നത്, ധൈര്യത്തോട്. കാരണം ആ യൂത്ത് ഹേ വൗഖ് എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ യാഹുവ എന്ന ദൈവത്തിന്റെ നാമത്തിലേക്കാ പോകും. നീയൊക്കെ പദ്ധതിയും പ്ലാനും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വിരട്ടിക്കളയാമെന്ന് വിചാരം ഉണ്ടെങ്കിൽ നടക്കത്തില്ല. കട്ടിപ്പോട്ട് മടക്കിലാം എന്റെ കനവ് കാണാതെ, സ്വപ്നം പോലും കാണണ്ട നിങ്ങൾ ഇസ്രായേലിനെ തോപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് ജയിച്ചു ഓടൂന്ന് പറഞ്ഞിട്ട്. സ്വപ്നം കൊണ്ട് മുട്ടിപ്പോട്ട് ജപിച്ചാനെണ്ണാം നീ മുതുവക്കാട്ടി ഓടിടുവേ. 1967 യുദ്ധത്തിലെ എല്ലാവന്മാരും കൂടി പ്ലാൻ ചെയ്ത് പദ്ധതി ചെയ്ത് ഇസ്രായേലിനെ അങ്ങ് വിരട്ടിക്കളഞ്ഞേക്കാം, ഇസ്രായേലിനെ അങ്ങനെ മുടിച്ചു കളഞ്ഞേക്കാം, അവരെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവന്മാരും കൂട്ടമായിട്ട് വന്നത് ഓർക്കുന്നുണ്ടോ എന്റെ മക്കളെ? അതാ പറഞ്ഞത്, തിട്ടം പോട്ട് മിരട്ടിയിടലാം എന്റെ എണ്ണാതെ. അങ്ങനെ നിങ്ങൾ എന്തുവാ പ്ലാൻ ചെയ്ത് പദ്ധതി ചെയ്ത് ഇസ്രായേലിനെ അങ്ങ് പേടിപ്പിച്ചങ്ങ് ഇരുത്തിയേക്കാന്നുള്ളത്
ചിന്തിക്കണ്ട. കട്ടിപ്പോട്ട് മിരട്ടിടെല്ലാം കനവ് കാണാതെ അവരെ അങ്ങ് മുച്ചൂട് മുടിച്ചേക്കാന്നുള്ള സ്വപ്നം ഒന്നും കാണാതെ നിങ്ങള് മുട്ടിപ്പോട്ട് ജപിച്ചാനെണ്ണ നീ മുതുക കാട്ടി ഓടിടുവ. അവൻ സിനഗോഗിൽ കയറി അവർ കൂട്ടമായിട്ട് യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന യാഹുവയോട് നിലവിളിച്ചാലുണ്ടല്ലോ നീയൊക്കെ മുതുക് തിരിഞ്ഞ് കണ്ടം വഴി ഓടുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ആ ഓട്ടമാണ് 1967 ഓടിയതും അതിനുശേഷം എല്ലായ്പ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുന്നതും. എല്ലായ്പ്പോഴും എന്ത് ചെയ്യുകയാണ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിട്ടം പോട്ട് മിരട്ടിടെല്ലാം എന്റെ എണ്ണാതെ കട്ടിപ്പോട്ട് മടക്കിയിടെല്ലാം കനവ് കാണാൻ സ്വപ്നം കണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദി കുഞ്ഞുങ്ങളോടെല്ലാം പറയുകയാണ്, വേസ്റ്റ്. മുട്ടിപ്പോട്ട് ജപിച്ചാനെണ്ണ നീ മുതുക കാട്ടി ഓടിടുവ. മുട്ടിപ്പോട്ട് ജപിച്ചാൽ അവര് ഒന്ന് കുത്തിയിരുന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നീയൊക്കെ മുതുകും കാണിച്ചുകൊണ്ട് ഓടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവൻ നീളം ഉയരം തെറിയാമ മാട്ടിക്കൊള്ളാതെ അവന്റെ ആഴം അകലം തെരിയാമ തല വിടാതെ, നീളം ഉയരം തെരിയാമ മാട്ടിക്കൊള്ളാതെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. ഇസ്രായേൽ സന്തതിയുടെ ആഴവും ഉയരവും ഒന്നും അറിയാതെ, അതിന്റെ ആഴവും അതിന്റെ അകലവും ഇസ്രായേൽ ആരാണെന്നൊന്നും അറിയാതെ നീയൊക്കെ കൊണ്ട് തലയിടല്ലേ എന്നാ പറയുന്നത്. നീ ഒന്നും തലയിടാതെ അവൻ നീളം ഉയരം തെരിയാമ മാട്ടിക്കൊള്ളാതെ എന്നാ പറയുന്നത്. അതായത് അവന്റെ നീളവും ഉയരവും ഒന്നും അറിയാതെ മാട്ടിക്കൊള്ള. നീ ഇസ്രായേൽ എന്താണെന്ന് അറിയാതെ ഇവന്മാര് കയറി നുഴഞ്ഞപ്പം കണ്ടില്ലേ നിങ്ങള്? അവന്റെ ആഴവും അകലവും ഒന്നും അറിയാതെ, അവന്റെ നീളവും ഉയരവും ഒന്നും അറിയാതെ നീയൊക്കെ പോയി മാട്ടിക്കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാം, ഈ എലികൾ പോയിട്ട് എലിക്കണിക്കകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്ത അവസ്ഥയാണ് ഇന്ന് ഹമാസ് തീവ്രവാദികൾക്കും കുഞ്ഞുങ്ങൾക്കും. ഇസ്രായേലിനകത്ത് പോയാൽ ഇങ്ങനെ ഇരിക്കും. കാരണം ഇസ്രായേൽ എന്താന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. എടാ, അവന്റെ ആഴവും അകലവും നീളവും ഉയരവും ഒന്നും നീ ഒന്നും പഠിച്ചിട്ടില്ല. അത് പഠിച്ചിരുന്നെങ്കിൽ നീ കൊണ്ടുപോയി എന്ത് ചെയ്യത്തില്ല, പൊത്തിനകത്ത് കൈവച്ച് കൊടുക്കുന്ന കണക്ക് സ്വയം കൊണ്ട് എലികളെ പോലെ ചാകാൻ വേണ്ടി പോയി എന്ത് ചെയ്തില്ല, ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അവൻ ആഴമകലം അറിയാമ തലയിടാതെ, അവൻ നീളം ഉയരം തെരിയാമ മാട്ടിക്കൊള്ളാതെ, അവൻ വെട്ട വെട്ട വളരുവാം കൊട്ട കൊട്ട ഉയരുവാം, വെട്ട വെട്ട വളരുവാം കൊട്ട കൊട്ട ഉയരുവാം. ഇസ്രായേലിനെ വെട്ടി 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 ഇടാൻ നോക്കിയാലും അവൻ വളരുന്നുകൊണ്ടേയിരിക്കും. അവനെ കൊട്ടി 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 നിങ്ങൾ ലോകത്തിൽ മുഴുവനും ഇസ്രായേലിന്റെ തീവ്രവാദ രാഷ്ട്രം, തീവ്രവാദികൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞാലും ആ ഇസ്രായേലിന്റെ വളർച്ച കൊണ്ടേ നിനക്കൊക്കെ വളരാൻ പറ്റൂ. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രമില്ലെങ്കിൽ ഈ ലോകമേ തീർന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇസ്രായേൽ വേണം ഇന്ന് ലോകത്തിലേക്ക് മുഴുവനും എന്ത് ചെയ്യുന്നത്. ഇസ്രായേലാണ് ഇന്ന് ലോകത്തിന് മുഴുവനും എന്ത് ചെയ്യുന്നത്, വളർച്ചയ്ക്ക് കാരണമായി ഉതകി നിൽക്കുക. രക്തത്തോടും പോരിടാതവൻ, ഇസ്രായേലിന്റെ ശത്രുക്കൾ ചുറ്റും ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ പോലും ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ഇവന്മാരെയൊക്കെ നശിപ്പിക്കണമെങ്കിൽ ഒറ്റ നിമിഷത്തിൽ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇവനെയൊക്കെ തീർത്ത് കളയാവുന്നതേ ഉള്ളൂ ഇസ്രായേല്. പക്ഷെ അവർക്ക് മാംസരക്തങ്ങളോട് പോരിടണ്ട. ഇവരെ കൊന്നിട്ടൊന്നും നേടാനും ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ അവരതിനൊന്നും തയ്യാറായി നിൽക്കാറില്ല. ഇവന്മാരുടെ മുമ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മുന്നിൽ വെച്ചിട്ട് ഹമാസ് തീവ്രവാദികൾ വെല്ലുവിളിക്കുമ്പം മാംസരക്തങ്ങളോട് പോരിടണമെന്ന് താല്പര്യമുള്ളതാണെങ്കിൽ കുഞ്ഞുങ്ങളെ പോലും വെടിവെച്ച് കൊന്നിട്ട് ഹമാസ് തീവ്രവാദികളെ കൊന്നെടുക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേൽ അവിടെ പോലും ഈ കുഞ്ഞുങ്ങളെയും ഈ നിരപരാധികളെയും പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുമാത്രം ശ്രമം എടുക്കുന്നെന്നുള്ളത് ഇവിടെ ഉള്ളവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനസ്സിലായോ? ഇസ്രായേൽ ജനം അത്രത്തോളം അവർ വില കൽപ്പിക്കുന്നുണ്ട് മാംസരക്തങ്ങൾക്ക്. വീണാന സേൽകൾക്ക് എതിർത്ത് നിൽപ്പനെ. പക്ഷെ നീയൊക്കെ വൃത്തികേട്ട പ്രവൃത്തിയുമായിട്ട് വന്നു കഴിഞ്ഞാ പിന്നെ ഇസ്രായേൽ മുന്നും പിന്നും നോക്കാതെ എതിർത്ത് നിൽക്കും. പിടികിട്ടിയോ? മാംസത്തോടും രക്തത്തോടും പോരിടാതവൻ, വീണാന സേൽകൾക്ക് എതിർത്ത് നിൽപ്പവൻ, നിന്ദനകൾ പോരാട്ടം വന്നാൽ അത് പൊറുമയോട് സഹിത്ത് കൊள்വവൻ. നിന്ദനകൾ പോരാട്ടം വന്നാൽ അത് പൊറുമയോട് സഹിത്ത് കൊள்വവൻ. നിന്ദയും പോരാട്ടവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ഷമയോടുകൂടി ഇസ്രായേൽ സഹിക്കും. എത്രത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ദയും പരിഹാസവും ഈ
ഹമാസ് തീവ്രവാദികളും ഈ പലസ്തീൻ തീവ്രവാദികളും എല്ലാം കൂടിച്ചേർന്ന് ചെയ്യുന്ന പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഇസ്രായേലിനെതിരെ നിന്നയും പരിഹാസവുമാകാൻ, ലോകം മുഴുവനും ഇവരെ പരിഹാസ വിഷയമാക്കാനായിട്ട് ഇസ്രായേൽ തന്നെ ഹമാസ് തീവ്രവാദികൾ തന്നെ കൊന്നൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂപ്പ് ചെയ്തിട്ട്, ഇസ്രായേൽ മക്കൾ വെടിവെച്ച് കൊല്ലുന്നതായിട്ട് ഫോട്ടോഷൂപ്പ്, ഹോളിവുഡിൽ നിന്ന് ഫോട്ടോഷൂപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് നാട് മുഴുവനും നാറ്റിക്കാൻ നടക്കുക. ഇനി എത്രയെല്ലാം നിന്നയും പരിഹാസവും ഒക്കെ ഇസ്രായേൽ ജനത്തിനിടെ നീ കഴിച്ചു വിട്ടാലും അത് പൊറുമയോടെ ക്ഷമയോടുകൂടി നോക്കിക്കാണുന്നവൻ. കടന്ന് സെൽവവൻ, അവൻ തണ്ണീരെ തറൈ പോലെ വഴി നടപ്പവൻ. കണ്ണീരിന്റെ പള്ളത്താക്കിൽ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലായോ വിവരം കെട്ടവന്മാരെ? 60 ലക്ഷം ഇസ്രായേൽ മക്കളെ ഹിറ്റ്ലർ കൊന്നൊടുക്കി നശിപ്പിച്ച് മുടിച്ചു കളയാമെന്ന് പദ്ധതിയിട്ട് തന്റെ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന കണ്ണീരിനെ ആ ഒരു പള്ളത്താക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരച്ചു വരുന്ന വെള്ളപ്പൊക്കത്തെയാ പറയുന്നത്. അങ്ങനെ കണ്ണീരിന്റെ എരച്ചു വരുന്ന വെള്ളപ്പൊക്കത്തിനെ മറികടന്നു വന്നൊരു ജനമായി ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അവൻ കണ്ണീരിൻ പള്ളത്താക്കൽ വഴി നടപ്പവൻ, അവൻ തണ്ണീരിൻ കരൈ പോലെ, അതായത് വെള്ളത്തിനെ കരയിൽ നടക്കുന്നത് പോലെ അതിനെ കടന്നു പോകാൻ ശക്തിയാർജിച്ച ജനമായി ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ജനത്തോട് മുട്ടാനൊക്കെ ഇനിയും ജനിക്കണം 10 ജന്മം. അള്ളാഹു തന്നെ 10 ജന്മം ജനിക്കേണ്ടി വരും ഈ ജനത്തോട് മുട്ടി ജയിക്കണമെന്നുണ്ടെങ്കിൽ. സ്തോത്തരിപ്പവൻ യൂത്ത് വൗഹെ എന്ന് പറയുന്ന യാഹുവേ എന്ന ദൈവത്തോട് പറ്റുള്ള ജനം. എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴും അയ്യോ ഞങ്ങളെ ദൈവം എന്തിനാ അപ്പൊ കൊന്നൊടുക്കിയത്, എന്തിനാ ഞങ്ങളെ ഹിറ്റ്ലറിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത്, എന്തിനാ ഞങ്ങളുടെ കുടുംബം തകർന്നു പോയത്, എന്തിനാ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ നശിച്ചു പോയത്, എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചോദിക്കാതെ എല്ലാ കാലത്തും ആ ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ, പാടുകളെ സന്തോഷമായി ഏറ്റുകൊള്ളുവൻ, അവർക്ക് വരുന്ന പ്രയാസങ്ങളെ, അവർക്ക് വരുന്ന ദുരിതങ്ങളെ, അവരുടെ വരുന്ന പ്രശ്നങ്ങളെ സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുക്കും. അത് ദൈവം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, ദൈവം ഞങ്ങളെ ശിക്ഷിച്ചത് ഇനിയും ദൈവത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അത് സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ജനമാ. ഉയർവോ താഴ്വാനാലും, അതായത് അവർ ഉയർച്ച വന്നാലും ശരി, താഴ്ച വന്നാലും ശരി, പട്ടിണിയോ പസിയോ വന്നാലും ശരി, ഇല്ലായ്മയിൽ കിടന്ന് നെരുങ്ങി അമർന്നാലും ശരി, അവർ അൻപറുകളാൽ തുன்பം വന്നാലും ശരി, അവരുടെ കൂട്ടു സഹോദരങ്ങളിൽ നിന്നുമാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാലും ശരി, അവർ വെട്ട വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ദൈവത്തിന്റെ കരങ്ങളിൽ അവർ അഭയം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത. എന്തുവാണ് ഇസ്രായേൽ മക്കൾ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇസ്രായേൽ മക്കൾ എന്താണെന്ന് ആദ്യം പഠിക്കണം. ഇസ്രായേൽ മക്കൾ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ഇസ്രായേലിന്റെ വളർച്ച എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇസ്രായേലിനെ നോണ്ടാമെന്നുള്ള ധാരണ അത് മാറ്റിവെക്കണം. അത് നിങ്ങളെ പറ്റിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ പുസ്തകം എഴുതിയിട്ട് അവസാന വിജയം അള്ളാഹിന്റെ മക്കൾക്കാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയും കാത്തിരുന്ന് കന്ന് ആഴം എന്താ, വിവരം എന്താണെന്ന് അറിയാതെ അതിന്റെ ആഴവും നീളവും ഉയരവും വീതിയും ഒന്നും അറിയാത്തത് കൊണ്ടാ. ഇസ്രായേൽ ജനത്തിന്റെ ആഴവും നീളവും ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ലെന്നേ. പിന്നെ എങ്ങനെ ഇവന്മാരറിയുന്നേ? ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്ന നമ്മുടെ നാട്ടിലെ കുറെ എണ്ണങ്ങളുണ്ട്. അവറ്റുങ്ങൾക്ക് പോലും ഇസ്രായേലിന്റെ ആഴവും നീളവും ഉയരവും വീതിയും എന്താണെന്ന് അറിയില്ല. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്നുള്ളത് ഇവർ അറിയുന്നില്ല. ആ ജനത്തെ ഒന്ന് തൊട്ട് കളിച്ചാൽ വിവരം അറിയുമെന്നുള്ളത് ഇവർ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാൻ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവൻ വെട്ട് വളരുവാൻ കൊട്ട ഉയരുവാൻ, ഇനി എത്രയെല്ലാം വെട്ടിയിടാൻ നോക്കിയാലും, അവനെ കൊട്ടി താഴ്ത്തിയിടാൻ നോക്കിയാലും അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത് ഇസ്രായേലിന്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഇങ്ങനെ അയച്ചുവിടുകയാണ്. ഈ മിസൈൽ ആക്രമണം അയച്ചുവിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹമാസ് തീവ്രവാദികള് മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇസ്രായേൽ ജനത്തിനാണല്ലോ മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈഡൻ വരുന്നത് കൊണ്ട് ലോകത്തിന്റെ പ്രീതി അങ്ങ് പിടിച്ചു പറ്റുക. ഞങ്ങൾ ഇസ്രായേൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവന്മാര് തന്നെ എന്ത് ചെയ്തു? അവന്മാരുടെ പലസ്തീനുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോംബിട്ടു. മനസ്സിലായോ? അവന്മാര് തന്നെ അവന്മാരുടെ പലസ്തീൻ, അതായത് സ്വന്തം ജനത്തോട് കൂറില്ലാത്തവന്മാര്. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അവന്മാരുടെ ഇതിനകത്ത് എന്താ പറയുന്ന ഹോസ്പിറ്റലിൽ അവന്മാര് മിസൈലിട്ട് ആ പാവം ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്ത കാര്യം ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിപ്പിക്കാം. ഒരു മിനിറ്റ്.
ഇത് കാണുന്നോ? നോക്കിക്കോണം നിങ്ങൾ. അത് തിരിഞ്ഞു പോയി അവന്റെ സ്ഥലത്ത് തന്നെ പോയി വീണത് കണ്ടോ? ആ മിസൈൽ ഒന്ന് മേളിലോട്ട് പോയി, ഒന്ന് താഴേന്ന് വരുന്ന ആ മിസൈൽ കണ്ടോ? അത് തിരിഞ്ഞ് അവന്മാരുടെ കോട്ടയ്ക്കകത്ത് തന്നെ പോയി അതെന്ത് ചെയ്തു? ഇട്ടുകൊടുത്തു ആ ഹോസ്പിറ്റലിൽ. ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം, കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ട് തരാം. കണ്ടോ പോന്നുണ്ടോ? തിരിഞ്ഞ് കണ്ടോ? പോന്നുണ്ടോ? തിരിഞ്ഞ് പോകുന്നുണ്ടോ? പോയി വീണ് കൊടുത്ത ഒരു ഹോസ്പിറ്റലിനകത്താ. ഇനി അടുത്തത് കാണിച്ചു തരാം, കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്വന്തം ജനത്തോട് കാണിക്കുന്ന ഒരു മിസൈല്. ഇതുണ്ടോ? അതിനകത്ത് പോയി തന്നെ വീണു കൊടുത്തു. അവൻ അയച്ച സാധനം അതിനകത്ത് തന്നെ പോയി വീണു കൊടുത്തു. അപ്പം ഇതാണ് ആര്? ഹമാസ് കുഞ്ഞുങ്ങള്. കണ്ണുനീരിന് വേണ്ടി, ലോകവിലാപത്തിന് വേണ്ടി, ലോകം കരഞ്ഞു മെഴുകാൻ വേണ്ടിയിട്ട് അവർ ചൈനയിൽ നിന്നും വാങ്ങിച്ച മിസൈലാ. അതുകൊണ്ടാണ് ഈ ചീറ്റിപ്പോകുന്നത് മുഴുവനും. കണ്ണുനീര് കൊണ്ട് മെഴുകി കിട്ടാൻ വേണ്ടി, അയ്യോ ഞങ്ങൾ ഇസ്രായേൽ ജനം പീഡിപ്പിച്ച് കൊല്ലുന്നു, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോംബിട്ട് ഞങ്ങളുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എന്നുള്ള കണ്ണുനീർ പ്രവാഹം. ഇത് അവന്മാര് ഇത് വലിയ വലിയ വാർത്തകൾ പോലും, വാർത്താ ചാനലുകൾ പോലും ഇസ്രായേലിന്റെ ആക്രമണമാണെന്ന് പറഞ്ഞിട്ട് വാർത്തയടിച്ചു വിട്ടു. ഇസ്രായേലിന്റെ ക്രൂരതയെന്ന് വരെ പറഞ്ഞ് വാർത്തകൾ അടിച്ചു വിട്ടവരുണ്ട്. എടാ, അവന്മാര് തന്നെ അവന്മാരുടെ ജനത്തിന് ആപ്പ് വെക്കുകയാണ്. സ്വന്തം ജനത്തോട് കൂറില്ലാത്തവൻ, സ്വന്തം ജനത്തോട് നീതിയില്ലാത്തവന്മാര്, സ്വന്തം കുഞ്ഞുങ്ങളോട് കരുണയില്ലാത്തവന്മാര്. ഇവന്മാർ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുമോ? മറ്റുള്ളവർക്ക് ഇവന്മാരിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മിനിറ്റ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇവന്മാര് നന്മ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. സ്വന്തം ജനത്തോട് നീതിയും കൂറും കരുണയും ഇല്ലാത്തവന്മാര്. ആ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇവന്മാര് മുതലക്കണ്ണുനീരൊഴുക്കി കാര്യം സാധിക്കുന്നു എന്നല്ലാണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇസ്രായേൽ ജനം എന്താണെന്ന് തിരിച്ചറിയണം. ഇന്നും ക്രിസ്ത്യാനിക്ക് പോലും ഇതിന്റെ വില നിലയും അറിയത്തില്ല. ക്രിസ്ത്യാനി പോലും ചിന്തിച്ചു വെച്ചോണ്ടിരിക്കുന്ന ഞങ്ങൾ എന്തോ ആനക്കാര്യമാണെന്ന് പറഞ്ഞിട്ട്. വിവരം കെട്ട ക്രിസ്ത്യാനിയെ, ക്രിസ്തു വേരാണ്. യഹോശുവ മശിഹ എന്ന് പറയുന്നത് വേരാണ്. ആ വേരിൽ നിന്നും മുളച്ചു വന്ന ഒറിജിനൽ സാക്ഷാൽ കൊമ്പുകളാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. ആ വേരിൽ നിന്നും മുളച്ചു വന്ന കൊമ്പുകളാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കാട്ടൊലിവായ കൊമ്പുകളോട് ഒട്ടിച്ചേർക്കേണ്ടതിന് നാട്ടൊലിവിൽ നിന്നും ചില കൊമ്പുകളെ ഒടിച്ചു മാറ്റിയിട്ട് കാട്ടൊലിവായ നിന്നെ കൊണ്ടുപോയി അതിൽ ബഡ് ചെയ്തു വെച്ചിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. കാട്ടൊലിവായ നിന്നെ കൊണ്ടുപോയി എവിടെ കൊണ്ട് ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? യഹൂദനിൽ കൊണ്ട് ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം യഥാർത്ഥ വേരാണ്, ക്രിസ്തുവാണ്. ദാവീദിന്റെ വേര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? യഹോശുവ മശിഹയാണ് ദാവീദിന്റെ വേരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ദാവീദിന്റെ വേരിൽ നിന്നും പുറപ്പെട്ടു വന്ന യഥാർത്ഥ കൊമ്പുകൾ ആരാണ്? ഇസ്രായേൽ മക്കൾ. ഈ ഇസ്രായേൽ മക്കളിലോട് ആരെ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു? ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരെ, ദൈവത്തെ അറിയണമെന്ന് വന്നവരെ കൊണ്ടുപോയി ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൊമ്പുകളില്ലേ, ബഡ് ചെയ്ത കൊമ്പുകളില്ലേ, ഈ കൊമ്പുകൾക്ക് ഡയറക്റ്റ് വെള്ളം വലിക്കാൻ പറ്റുമോ വേരിൽ നിന്നും? ഞാൻ ചോദിക്കുക, ഡയറക്റ്റ് വെള്ളം വലിക്കാൻ പറ്റുമോ വേരിൽ നിന്നും? ഒരിക്കലും പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കുക ക്രിസ്ത്യാനിയെ, വിവരം കെട്ട ക്രിസ്ത്യാനിയെ. ഇനിയെങ്കിലും നീ തലച്ചോറിൽ ചിന്തിക്ക്. നീ എന്തോ ആനക്കാര്യമാണെന്നും നീയാണ് എന്തോ പറഞ്ഞ കർത്താവ് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങളാണ് ഭയങ്കര എന്തോ ആണ് ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെയൊക്കെ അങ്ങ് എടുത്ത് തള്ളിക്കളഞ്ഞു, തോട്ടിലെറിഞ്ഞു, ഞങ്ങളാണ് ഇനി വലിയ ആനക്കാരും. നീ ചിന്തിക്കുന്നത് നീ വിവരദോഷിയായതുകൊണ്ടാ.
വേരിൽ നിന്നും മുളച്ചു വന്ന സാക്ഷാൽ കൊമ്പുകളോട് നിന്നെ കൊണ്ടുപോയി ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിനക്ക് വേരിൽ നിന്നും വെള്ളം വലിക്കാൻ പറ്റുമോ? വേരിൽ നിന്നും നന്മ പ്രാപിക്കാൻ പറ്റുമോ? വേരിൽ നിന്നും എന്തെങ്കിലും നിനക്ക് കൈക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. നിനക്ക് ഫലം കായ്ക്കണമെങ്കിൽ പോലും, നിനക്ക് പുഷ്ടി പ്രാപിച്ച് നിൽക്കണമെങ്കിൽ പോലും ഈ ഒറിജിനൽ സാക്ഷാൽ കൊമ്പ് വേരിൽ നിന്നും വലിച്ചെടുക്കുന്ന സാക്ഷാൽ കൊമ്പിന് കിട്ടിയ അനുഗ്രഹത്തിൽ നിന്നുമാണ് നിനക്ക് അനുഗ്രഹം കിട്ടിയത്. അല്ലാതെ നിനക്ക് പേരിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിസ്തുവിനെ അങ്ങ് രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് ഇനി എനിക്ക് ഡയറക്റ്റ് കർത്താവിന്റെ പോക്കറ്റിൽ കയറിയിരുന്ന് എടുക്കാമെന്ന് വരെ തോന്നലുണ്ടെങ്കിൽ ചുക്കു. അത് ഇസ്രായേലിൽ കൂടിയേ നിനക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ ഭ്രംശം ലോകത്തിന് നന്മയ്ക്ക് ഹേതുവായെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അംഗീകരണം മരിച്ചവരുടെ അവർ അംഗീകരിച്ചാൽ മാത്രമേ നിനക്ക് ഉയർത്തെഴുന്നേൽപ്പ് പോലും ഉണ്ട്, അല്ലെങ്കിൽ അതുമില്ല. അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനല്ലാതെ മറ്റെന്തിനാകുന്നു? ഇപ്പോഴും കർത്താവിന്റെ വരവും കാത്തോണ്ട് നീയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങ് പറന്നു പോകുമെന്ന് പറഞ്ഞിട്ട്. നീയൊക്കെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പോലും ഇസ്രായേൽ പാർട്ടാണതില്. ഇസ്രായേൽ ചിന്തിക്കണം. അപ്പോൾ ഇതുപോലും സാധാരണ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഈ വേരിൽ നിന്നും നിങ്ങൾക്ക് കൊമ്പ് വലിച്ചെടുക്കാൻ പറ്റില്ലെന്നേ. ബഡ് ചെയ്ത കൊമ്പുകളെ, ബഡ് ചെയ്ത ക്രിസ്ത്യാനിയെ, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പം നിന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുക, നിന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഈ ഒട്ടിച്ചു വെച്ച ഈ സാധനത്തിന് പുഷ്ടി വേണമെങ്കിൽ, നീ വളരണമെങ്കിൽ, നീ രക്ഷപ്പെടണമെങ്കിൽ, നിനക്ക് നന്മ കിട്ടണമെങ്കിൽ സാക്ഷാൽ കൊമ്പുകളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ നന്മയിലൂടെ നിനക്ക് കിട്ടൂ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ നന്മ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേലിനോട് പറ്റിയിരിക്കണം. അല്ലാതെ ഇസ്രായേലിനെ തഴഞ്ഞു കളഞ്ഞിട്ട് ഇസ്രായേലിനെ ഇസ്രായേൽ മക്കളെയൊന്നും ദൈവത്തിന് വേണ്ട, ഞങ്ങളെ ദൈവം അങ്ങ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അവരെയൊക്കെ ദൈവം കൈവിട്ടതാ എന്ന് പറയുന്ന പൊട്ടവിശ്വാസിയുടെ കൂടെ പോയി നീ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാ മകനെ. നിനക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാ. നീ കരിഞ്ഞ് വാരി പോത്തതേ ഉള്ളൂ. കാരണം നിന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇസ്രായേൽ വിചാരിക്കണം, ഒറിജിനൽ സാക്ഷാൽ കൊമ്പുകൾ വിചാരിക്കണം നിനക്ക് വെള്ളം കിട്ടണോ വേണ്ടയോ എന്ന് പറഞ്ഞ്. അങ്ങനെ കിട്ടിയതാ നിനക്ക് നന്മ. അവരുടെ ഭ്രംശം ലോകത്തിന് നന്മയ്ക്ക് ഹേതുവായി. അന്ന് അവര് എന്ത് പറഞ്ഞ കർത്താവിന് തഴഞ്ഞത് നിനക്കൊക്കെ ഗുണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരും കൊണ്ടത് പോയേനെ. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് എത്രയേ വന്നത്. ഇസ്രായേൽ ചിതറിപ്പോയ ആടുകളുടെ അടുക്കിലേക്കാണ് വന്നത്. ഇസ്രായേലിന് നന്മ കൊടുക്കാനാ വന്നത്. ഇസ്രായേലിനെ രക്ഷപ്പെടുത്താനാ വന്നത്. ആ രക്ഷയെ ആ സമയത്ത് ഒരു നിമിഷത്തേക്ക് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് നിനക്ക് കിട്ടി. അത്രയേ ഉള്ളൂ. അതവർ വെച്ചത് നിനക്ക് നന്നായെന്ന് പറയാം. അത് വിട്ടിട്ട് അവര് തള്ളിക്കളഞ്ഞു, അയ്യോ അവർ ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു, ഇവർ ദൈവത്തെ വിശ്വസിച്ചില്ല എന്നൊക്കെ നീയൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ വിവരദോഷിയാ. അവര് വേണ്ടാന്ന് വെച്ചത് നിനക്ക് നന്നായി എന്ന് പറ. അവരത് അന്ന് വേണ്ടാന്ന് വെച്ചത് നിനക്ക് നന്നായി. ഇപ്പൊ ഉദാഹരണത്തിന് അമ്മയും മക്കളും ഒക്കെ ചെറിയ മുഷിടത്തരമൊക്കെ കാണിക്കാറുണ്ട്. അമ്മയും മക്കളും ഒക്കെ ചെറിയ ഒരു പിണക്കവും ഇതൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ചോക്ലേറ്റ് ഇരിക്കുകയാണ്, 2 ചോക്ലേറ്റ് മിഠായി ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ മോന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഈ ചോക്ലേറ്റ് മിഠായി എടുത്തിട്ട് ഞാൻ പറയും, തിന്നടാ മോനെ, പോ, എഞ്ചു വേണ്ട. അപ്പൊ പിന്നെയും പറയും, 2 ഉണ്ടോ തിന്നടാ മക്കളെ, ചെഞ്ചു വേണ്ട, പോ, മിണ്ടത്തില്ല, ഇനി വേണ്ട, പോ എന്ന് പറഞ്ഞ് കുറച്ച് ആംഗിയൊക്കെ വാശിയൊക്കെ കാണിച്ചെന്നിരിക്കും. അതുകൊണ്ട് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലടാ, ഇന്ന് കാണിച്ചു തരാവടാ. അപ്പൊ ഈ അമ്മ കാണിക്കുന്ന ഒരു ട്രിക്കുണ്ട്. അടുത്ത വീട്ടിലെ കൊച്ചുമല്ല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മക്കള് പിടിക്കും, ഇവന് വേണ്ടത് മക്കള് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഈ സംഭവം നിങ്ങളുടെ ലൈഫുമായിട്ട്, എൻ്റെ ലൈഫുമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ അമ്മമാരെ ഇതുപോലെ ചെയ്യാറുണ്ട്. നമ്മുടെ എന്താ പറയാ മക്കളോട് നമ്മൾ എന്ത് ചെയ്യും? മിഠായി കൊടുക്കുമ്പോൾ മക്കൾ വേണ്ട വാശിയൊക്കെ കാണിച്ച് വേണ്ട പോ വേണ്ട, ഞാൻ വേണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ആ കുഞ്ഞിന് കുറച്ച് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞിനെ കുറച്ച് അസൂയാലിയ ഇതാക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്യാറുണ്ട്? മക്കൾ പിടിക്കടാ, നീ കഴിക്കടാ, ദൈവന് വേണ്ടെങ്കിൽ നീ കഴിക്ക് എന്ന് പറഞ്ഞങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ മറ്റവൻ വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുക. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ മക്കള് വാടി, ഇവിടെ ഇരിക്കടി മക്കളെ, ചക്കര വാടി, 2 ഉമ്മയൊക്കെ കൊടുത്തു തന്നെ ഇരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്നതാ? സ്വന്തം മോന് നീ പോടാ നീ തോട്ടി പോടാ, നീ ഇവിടെ വേണ്ടടാ എന്ന് പറഞ്ഞ് വേസ്റ്റാക്കി തള്ളിക്കളഞ്ഞിട്ട് ഇതിനെ പിടിച്ച് ഒക്കത്തിരുത്തി ററാറോ എന്ന് വെച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതാണോ അതിനർത്ഥം? അല്ല. എന്റെ കുഞ്ഞിന് കൊടുക്കേണ്ട ആ ചോക്ലേറ്റ് മിഠായി എടുത്ത് ഞാൻ വീട്ടിനടുത്തുള്ള കുഞ്ഞിന് കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ എന്റെ കുഞ്ഞ്
ആ പിണക്കം മാറി എൻ്റെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട്, മക്കള് അമ്മ അവന് കൊടുത്തില്ല, എനിക്ക് തന്നില്ലല്ലോ. എടി ചക്കര നിനക്ക് 5 ഉണ്ടടി, നോക്കടി എന്റെ ചക്കരക്ക് ഇതാ അമ്മ എത്ര ചോക്ലേറ്റ് വെച്ച് വെച്ചെങ്കിൽ നോക്കി എന്ന് പറഞ്ഞ് വാരിക്കൊടുക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞ് വാരിക്കൊടുക്കും. ഇതാണ് യഥാർത്ഥ അപ്പനും മക്കളും അമ്മയും മക്കളും എന്നുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതുപോലെ ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യഹൂദനെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളെ തൂക്കി കർത്താവ് മടിയിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് യഹൂദനെ പിടിച്ച് അങ്ങ് തോട്ടിലെറിഞ്ഞു എന്നല്ല അതിനർത്ഥം. എടാ, നിന്നെ പിടിച്ച് മടിയിൽ വെച്ചിരിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. കാരണം ഇസ്രായേൽ, അതായത് ജാതികളുടെ സംഖ്യ പൂർണ്ണമായും തികയുന്നത് വരെ ഇസ്രായേലിന് അംശമായി ഭ്രംശം സംഭവിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ മക്കൾക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന മഹത്വത്തിന്റെ വില എന്താണെന്ന് നിനക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. യൂത്ത്ഹേ വൗഖേ എന്ന് പറയുന്ന യാഹുവേ എന്ന ദൈവം, യൂത്ത്ഹേ വൗഖേ എന്ന് പറയുന്ന യാഹുവേ എന്ന ദൈവം അവരെ വഴി നടത്തുകയാണെന്നേ. സ്വന്തം മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ കൈവെള്ളയിൽ വെച്ചെന്ന് പൊതിയുമെന്നേ. നിനക്ക് മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ പോയി തിന്നണം, തിന്നതിൽ നന്ദി പറയണം. താങ്ക്സ് കേട്ടോ ആന്റി തന്നതിന്, ഒത്തിരി നന്ദിയുണ്ട്, ആ കുഞ്ഞിന്റെ മിഠായല്ലേ എനിക്ക് എടുത്ത് തന്നത്, നന്ദി ആന്റി എന്ന് പറയണം. അല്ലാതെ അവനെ നോക്കിയിട്ട് എനിക്ക് മിഠായി കിട്ടിയേ, എനിക്ക് മിഠായി കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് അതിനെ നോക്കി അസൂയപ്പെട്ട് കൊങ്ങനം കുത്തിയാണ്ടല്ലോ, ഈ മുട്ടായി കൊടുത്ത അമ്മ തന്നെ കൈ കൊണ്ട് ഒരു ടപ്പങ്ങ് ചപ്പി വെച്ച് കൊടുക്കും. എന്തുവാടാ എന്റെ കൊച്ചിനെ നോക്കി കൊന്നം കത്തനെ പടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും. ഈ കൊടുത്ത കൈ കൊണ്ട് അടിമേടിക്കുന്ന സ്വഭാവം ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന പൊരുളാ. മനസ്സിലായോ? നിനക്ക് ആ കൊച്ചിനെ ഏഷ്യം കാണിച്ചിട്ട്, ആ കൊച്ചിനെ ഏഷ്യം അതിന്റെ പിണക്കം മാറ്റാൻ വേണ്ടി, അതിനെ ഏഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പിടിച്ചങ്ങ് തന്നു, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിന്നെ പിടിച്ചങ്ങ് മടിയിലിരുത്തി ലാലോലിക്കുന്നത് പോലെ ഉമ്മയൊക്കെ കൊടുത്ത് പൊട്ടടിച്ചൊക്കെ തിന്നടി പുത്ത് ചെങ്ങടി പുത്ത് എന്ന് പറയുമ്പോൾ അതൊന്ന് കണ്ടോണ്ടിരിക്കുക. അത് കണ്ടോണ്ടിരിക്കും, മിണ്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പോയെന്ന് ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനെ അങ്ങ് ഇറക്കി വിട്ടിട്ട് പോകും. ചക്കരേ വാടിത്തങ്കം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നില്ലല്ലോ, അവനല്ലേ കൊടുത്തത്, എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയും. സങ്കടം കൊണ്ട് മൂത്തങ്ങ് കരയും. അപ്പോഴേക്കും അടി ചക്കര പൊന്നിന് അമ്മച്ചി തരാതിരിക്കൂടി, മുത്തിന് തങ്കത്തിന് തരാതിരിക്കൂടി, വാടി തങ്കം ചക്കരയ്ക്ക് കൂടി നമ്മുടെ പെട്ടി കണക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നടി മുത്തെ, തിന്നടി ചക്കരേ എന്ന് പറഞ്ഞു പോകുമ്പോ പൊല്ലിയും ആ കുഞ്ഞിനെ. ഇതാണ് ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിന്റെ സ്നേഹം. അയ്യോ പൊട്ട വിശ്വാസി ക്രിസ്ത്യാനിയെ, നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പൊട്ടത്തര എടുത്ത കള. തങ്കക്കുടങ്ങൾ വാരിപ്പുണരുന്ന എഫ്രൈം, നീ എന്റെ വത്സലപുത്രൻ, നീ എന്റെ പൊന്നോമനക്കുട്ടൻ. ആരെ നോക്കിയാ വിളിച്ചത്? ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ച്. മനസ്സിലായോ? ഇസ്രായേൽ ജനത്തിനെ നോക്കി വിളിക്കുക, നീ എന്റെ തങ്കക്കുടം, നീ എന്റെ പൊന്നോമന കുട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കൊച്ചിന് എന്തുവാ, വീട്ടിന് അയൽവക്കത്തുള്ള കൊച്ചു കയറി അമ്മയുടെ എന്ത് പറഞ്ഞ ഒക്കത്ത് കയറിയിരുന്ന് മിഠായി മേടിച്ച് തിന്നിട്ട് അപ്പുറത്ത് മാറിയിരുന്നിട്ട് എന്തുവാ ഈ കൊച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത് നോക്കിയിട്ട് നിനക്ക് തന്നില്ലല്ലേ, എനിക്കല്ലേ തന്നത്, നോക്കി എന്നടാ സ്നേഹം, നിനക്ക് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിച്ച് ഏഷ്യം കാണിച്ച് പോയാലുണ്ടല്ലോ, ആ കണ്ടോണ്ടിരിക്കുന്ന പെറ്റ തള്ളയാണെന്നുണ്ടെങ്കിൽ പട്ടേ എന്ന് പറഞ്ഞ് മണ്ടയ്ക്ക് നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നില്ല. പേടിച്ച് നിന്നിട്ട് എന്റെ കൊച്ചിനെടുത്ത് ആഹാരം കാണിക്കുന്നേ. അവനെ മിഠായി തന്ന് നിന്നെ ഇരുത്തി തീറ്റിപ്പിച്ചതിന് അവനെടുത്ത് പോയിട്ടാണ് നിന്റെ വേരത്തരം കാണിക്കുന്നത്. മര്യാദയ്ക്ക് പോയിക്കോ ഇവിടുന്ന്, കിട്ടിയതും വാങ്ങിച്ചോണ്ട് പോയിക്കോണം എന്ന് പറഞ്ഞ ആ തന്ന കൈക്ക് അടി മേടിക്കും നീയൊക്കെ. മനസ്സിലായോ? തന്ന കൈക്ക് അടി മേടിക്കും. ആ ബുദ്ധിയാ ക്രിസ്ത്യാനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എടാ അവരെ വെട്ടിയിട്ട ദൈവത്തിന് എത്രയധികം നിന്നെ വെട്ടിയിടാൻ കഴിയാതിരിക്കുമെന്നാ ചോദിച്ചത്. അപ്പൊ തന്ന കൈക്ക് അടിമേടിക്കുന്ന ക്രിസ്ത്യാനിയുടെ ബുദ്ധിയാണ് ഇന്ന് ക്രിസ്ത്യാനി കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ സന്തതി എന്ന് പറയുന്നത് ഇന്നും കർത്താവിന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ്. യൂത്ത് ഹേ വൗഖ് എന്ന് ക്രിസ്ത്യാനിക്ക് ദൈവം ഒരു പ്രത്യേക ദൈവം പൊട്ടിമുളച്ച് വന്നിട്ടില്ല.
അതാദ്യം മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയുടെ ഒക്കെ വിചാരം എന്ന് പറയുന്നത് അവർ രക്ഷിക്കപ്പെട്ട് അവർ സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, പുതിയ നിയമമായി കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്ത്യാനിക്കെല്ലാം കൂടി ചേർന്ന് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പുതിയ ദൈവത്തെ അവതാരമായി ഇറക്കി വിട്ടു, യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട്. ഈ ദൈവത്തെയും പൊക്കി പിടിച്ചോണ്ട് രൂപം ഉണ്ടാക്കി നീയൊക്കെ പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നതിനെ കണക്ക് ബാ പോ എട് തൊട് എടുക്ക് പിടിക്കുന്നൊക്കെ പറയുന്ന കണക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇസ്രായേലിന് ദൈവം ആരാണെന്നറിയുമ്പോൾ, ദൈവം ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജോണി KP, നിന്നോടൊക്കെ അല്ലേ പ്രിയ സഹോദരൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്ത ജനം മാത്രമാണ്. ഇസ്രായേൽ ജനം തിരഞ്ഞെടുത്ത ജനം മാത്രമാണെന്ന്. നിന്നെപ്പോലുള്ള വിവരം കെട്ടവന്മാരാണ് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്, ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അത് നീയൊക്കെ ദൈവവചനം വായിക്കണം. ഇസ്രായേൽ ജനം തിരഞ്ഞെടുത്ത ജനമല്ല, ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. അതാദ്യം നീയൊക്കെ മനസ്സിലാക്ക്. മനസ്സിലായോ? ഇസ്രായേല് ദൈവത്തിന്റെ മക്കളാണ്. അടുത്തത് പറയണേ, എന്നാൽ മക്കൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് സഹോദരി. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് ഇസ്രായേൽ ജനമാ. വിവരം കെട്ടവന്മാരെ, നിനക്കൊക്കെ അവസരം തന്നതാ. വേണമെങ്കിൽ ഞാൻ ഇസ്രായേലിൽ ചിതറിപ്പോയ മക്കളുടെ കാണാതെ പോയവരുടെ അടുക്കലേക്കാ വന്നെന്നാ ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തു ഒരു ജാതീയ സ്ത്രീ വന്നിട്ട് എന്റെ മകൾ മഹോദരവും പ്രാപിച്ചിരിക്കുന്നു, അവളെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. നിനക്കൊക്കെ കർത്താവ് തന്ന വിലയുണ്ടല്ലോ, നായ്ക്കുട്ടിയുടെ വിലയാ. ഇസ്രായേൽ സന്തതി മക്കളാണ്. മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, നായ്ക്കുട്ടികൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ഉപജീവിക്കുന്നുവല്ലോ എന്ന്. അപ്പോൾ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി വന്ന രക്ഷ ഇസ്രായേലിനാണ് വീണ്ടെടുക്കാൻ വേണ്ടി വന്നത്, അല്ലാതെ നിന്നെയൊന്നും വീണ്ടെടുക്കാൻ വേണ്ടി വന്നതേ അല്ല കർത്താവ്. പിന്നെ നായ്ക്കുട്ടികൾക്ക് മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ പോലെ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നു, ഒന്ന് വന്ന് രക്ഷപ്പെട്ടിട്ട് പോകാം. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആ മേശയിൽ നിന്നും അപ്പം കിട്ടിയ അപ്പം നുറുക്ക് പോലെ തിന്നിട്ട് തൃപ്തിപ്പെട്ടു പോകാം. അത്രയേ ഉള്ളൂ. അല്ലാതെ കയറി നിരങ്ങി മേളിക്കകത്ത് മേശയ്ക്കകത്ത് ആഹാരം ഫുഡിട്ട് വെച്ചിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? മക്കൾക്കാ മേശയിൽ ഫുഡ് വെച്ചിരിക്കുന്നത്, നായ്ക്കുട്ടികൾക്കല്ല. മക്കൾക്ക് മേശയിൽ ഫുഡ് വെച്ചിരിക്കുമ്പോൾ ആ മക്കൾ മേശയിൽ നിന്ന് ആഹാരം കഴിക്കാൻ താല്പര്യമില്ല. മക്കൾ എന്ത് ചെയ്യും, കുറച്ചു നേരം മാറിയിരുന്നു, മേശയിൽ ഇരിക്കുക ഫുഡ്. മക്കൾക്ക് ഇപ്പൊ കഴിക്കാൻ താല്പര്യമില്ല, അവർ കുറച്ച് കഴിഞ്ഞ് വന്ന് കഴിച്ചോളും, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കഴിച്ചോളും. പക്ഷെ വിളമ്പി വെച്ചിരിക്കുന്ന ആർക്കാ? മക്കൾക്കാ. അപ്പോൾ അതിന്റെ ഒരു നായ്ക്കുട്ടികൾ പുറത്ത് വാതിലിരിക്കുക ഇച്ചിരി ഫുഡ് കിട്ടുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നായ്ക്കുട്ടികൾക്ക് ആ മേശയിൽ നിന്നും കുറച്ച് താഴോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നായ്ക്കുട്ടി അവിടെ നിന്ന് കഴിച്ചോളണം. അല്ലാതെ ആ മക്കൾക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ കയറി അപ്പാമെന്ന് പറഞ്ഞിട്ട് കയറി മേശയ്ക്കകത്ത് കയറി ഇരുന്നാൽ ആ യജമാനൻ എന്ത് ചെയ്യുന്നറിയോ, ആട്ടി ഓടിച്ചു പറഞ്ഞു വിടും. മനസ്സിലായോ? അപ്പോൾ ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്ത ജനം മാത്രമാണ് എന്ന് നിനക്ക് തോന്നലുണ്ടെങ്കിൽ ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത ജനമല്ല, ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. അതാദ്യം മനസ്സിലാക്ക്. നീയൊക്കെ നായ്ക്കുട്ടികളാണ്. ഈ നായ്ക്കുട്ടികൾക്ക് മക്കളാകാൻ ദൈവം അവസരം കൊടുക്കുന്ന സമയത്ത് ആ മക്കളെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അയ്യോ, ഈ മക്കളോടൊപ്പം എന്നെയും ദൈവം ഒരു മകനായി കണ്ടല്ലോ, ഈ മക്കളോടൊപ്പം എന്നെയും ഒരു മകളായി കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നീ ആ മക്കളെ സ്നേഹിച്ചാലേ നിനക്ക് വിലയുള്ളൂ. അല്ലാതെ ആ മക്കളെ നീ വെറുത്തിട്ട് ആ മക്കളെ നിങ്ങൾക്കൊന്നും ദൈവം തന്നില്ല, ഞങ്ങൾക്കാ തന്നത് കേട്ടോ എന്ന് നീ അഹങ്കരിച്ചാൽ നിന്നെ ചെവിക്ക് പിടിച്ച് വലിച്ചെറിയും. അതാ യഥാർത്ഥ അപ്പൻ അങ്ങനെയാ. നിന്റെ കുടുംബത്തിൽ നീ അയൽവക്കത്ത് കാണുന്ന മക്കളെ പിടിച്ച് വീട്ടിൽ മടിയിലിരുത്തു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം അങ്ങനെ ഇരുത്തുവോ? അല്ല, നിങ്ങൾ ഇപ്പോ എന്നെ കേൾക്കുന്നവരെല്ലാം നിങ്ങളൊന്ന് ലോജിക്കായിട്ടെങ്കിലും പറ. നിങ്ങളുടെ വീട്ടിൽ മക്കൾ ഇരിക്കുമ്പം നിങ്ങളുടെ മക്കൾക്ക് ചെറിയൊരു പിണക്കമോ നീരസ്യമോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള മക്കളെ പിടിച്ചിട്ട് നിങ്ങൾ ആഹാരം കൊടുത്തെന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ പിടിച്ച് തോട്ടിലെറിഞ്ഞിട്ട് നാട്ടിലുള്ളവന്റെ മക്കളെ പിടിച്ച് നിങ്ങൾ മടിയിലിരുത്തുവോ? ചിലപ്പോൾ ദത്തെടുത്തെന്നിരിക്കും ആരെങ്കിലും ഒക്കെ. ദത്തെടുത്ത് വന്ന് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയാലും ദത്തെടുത്തവന്റെ അവകാശമേ ഉള്ളൂ. മക്കൾക്ക് മക്കളുടെ അവകാശമാണ്. ഇനി ദത്തെടുത്തവനും മക്കൾക്കും ഒരേ അവകാശം കൊടുക്കാൻ തന്നെ ഒരു അപ്പനും അമ്മയും തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴും എന്ത് ചെയ്യും? ഈ ദത്തെടുത്തവൻ മകന്റെ തലയ്ക്ക് മേളിൽ കയറി മേയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൻ ചെവിക്ക് പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറയും, എന്റെ വീട്ടിൽ കയറിയും വന്ന് എന്റെ മകന്റെ അവകാശം എടുത്ത് നിനക്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്റെ മകന്റെ അവകാശത്തിനകത്ത് കയറിയിട്ട് നീ എന്തോ ആണെന്ന് ചമയ, നീ ആരാടാ എന്നേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ദത്തെടുത്തു പോയി കേട്ടോ ഈ കുഞ്ഞിനെ, അതുകൊണ്ട് മകനെ നീ ഒരു കാര്യം ഇറങ്ങിപ്പോടാ വീട്ടിന്ന്, നിന്നെ വേണ്ടാത്തത് കൊണ്ടാ ഞാൻ ദൈവന്റെ ദത്തെടുത്തത് എന്ന് പറയത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഇസ്രായേൽ മക്കളാണ് ദൈവത്തിന്റെ.
എന്റെ മക്കളായിരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ജനമെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനം മാത്രമാണ് എന്ന് നീ പുച്ഛിച്ച് പറയേണ്ട കാര്യമില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ജാതികളാണ്. നായ്ക്കുട്ടികൾക്ക് സമമാണ്. നായ്ക്കുട്ടികൾക്ക് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും നായ്ക്കുട്ടികൾക്ക് പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുവാനും ദൈവം അവസരം തന്നു. അതാദ്യം മനസ്സിലാക്കണം. ആ അവസരത്തെ ദൈവത്തിന് നന്ദി പറയണം. ആ അവസരത്തിന് ദൈവത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കടപ്പാടുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ഇസ്രായേൽ ജനത്തോടുള്ള അസൂയയാണ് ഇസ്രായേലിനെ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അസൂയ മൂക്കൂന്നേ. സ്വന്തം മകനെ കാണുന്ന സമയത്ത് ദത്തുപുത്രന് അസൂയ കൊള്ളുന്നത് സ്വാഭാവികമാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. അത് ഈ ലോകത്തിന്റെ നിയമമാണ്, ലോകത്തിന്റെ സമ്പ്രദായമാണ്. അത് ആ അസൂയയാണ് ക്രിസ്ത്യാനികൾക്കുമുള്ളത്. അസൂയില്ലാത്ത ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് കേട്ടോ. കാരണം ദൈവം ചെയ്ത ഉപകാരത്തിൽ നിറഞ്ഞു കവിയുന്നവര്. ദൈവം എനിക്കും തന്നുവല്ലോ കർത്താവേ ഈ മക്കളോട് അവകാശം, ഈ മക്കളുടെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനായിട്ട്, ഈ മക്കളുടെ മേശയോടൊപ്പം ഇരിക്കുവാനായിട്ട് എന്നെയും ആ അവകാശത്തിൽ ദൈവം ചേർത്തുവല്ലോ അപ്പ എന്ന് പറഞ്ഞിട്ട് ആ മക്കളോട് ചേർന്ന് പറ്റിയിരിക്കുന്ന, ആ മക്കളിൽ കിട്ടിയ അവകാശത്തിൽ, ആ മക്കളിലൂടെ കിട്ടിയ നന്മയിൽ അവരെ സ്നേഹിച്ചും അവരോട് ചേർന്നിരുന്നും അവരോട് പറ്റിയിരിക്കുകയും ചെയ്യുന്ന ഒത്തിരി നല്ല ക്രിസ്ത്യാനികളുമുണ്ട്. പക്ഷെ ചില വിടലകൾക്ക് അസൂയ അങ്ങ് മൂക്കും. അങ്ങനെ പറയാം, ഞാൻ കയറി ഒക്കത്തിരിക്കും, നീ അങ്ങ് താഴേരി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത അവകാശത്തിന്മേല് മകനെ അങ്ങ് പുച്ഛിച്ചിട്ട് ഒക്കത്ത് കയറിയിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അമ്മ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലാകും ഹൃദയത്തിന്റെ തുടിപ്പ്. അമ്മ പറയും, മക്കളെ വാടി, തങ്കം വാടി എന്ന് പറഞ്ഞിട്ട് പൊക്കിയിരുന്നു. പതുക്കെ നൈസായിട്ട് ഇതിനെ താഴോട്ടങ്ങ് ഇറക്കി വിടും. ഇതാണ് അമ്മ. ആദ്യം അമ്മയുടെ ഹൃദയം എന്താണെന്നും അപ്പൻ എന്താണെന്നൊക്കെ പഠിക്കും. സ്വന്തം മക്കളെ സ്നേഹിക്കാനും കരുതാനും അറിയാതെ കണ്ടവന്റെ മക്കളെ താലൂലിക്കാൻ നടക്കുന്ന ഒത്തിരി തന്തയും തള്ളയും എനിക്കറിയാം. ഒത്തിരി പേരെ ഞാൻ അറിയാം. സ്വന്തം മക്കൾക്ക് ആഹാരം കൊടുക്കത്തില്ല. ഇങ്ങനെ വൃത്തികെട്ട വർഗ്ഗങ്ങൾ ചിലപ്പം ക്രിസ്ത്യാനികളിൽ തന്നെ ഉള്ളവരുണ്ട്. ആ വർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഏതാ ഞങ്ങളെ അതിനെ എടുത്തേട്ടോ. അതായത് ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അന്യന്റെ വീട്ടിലെ മക്കളുടെ സൗന്ദര്യം കണ്ടിട്ട് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് പോയിട്ട് പിടിക്കടി മക്കളെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കും. സ്വന്തം മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുവാനുള്ളതല്ല യഹോശുവ മശിഹയുടെ സ്നേഹം എന്ന് പറയുന്നത്. അത് മക്കൾക്കുള്ള അവകാശമാണ്. ആ മക്കളുടെ അവകാശത്തിനകത്ത് ഏതവനെങ്കിലും കൈയിട്ട് വാരാൻ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് വിവരം പഠിപ്പിച്ചു വിടും. മനസ്സിലായോ? മക്കളുടെ അപ്പം എടുത്തേ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞു വിടും. പക്ഷെ ആ നായ്ക്കുട്ടി മനസ്സറിഞ്ഞിട്ട് വന്നിട്ട്, യജമാനനെ എനിക്ക് മേശയുള്ളത് വേണ്ട, ആ മക്കളുടേത് വേണ്ട, എനിക്ക് താഴെ വീഴുന്നത് വല്ലതാ എന്ന് താഴ്മയോടുകൂടി നീ കിട്ടിയ സ്നേഹത്തിൽ നീ നിലനിന്നാൽ നിനക്ക് അന്ത്യം വരെയും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയും. ആ അവകാശത്തെ ദൈവം നിനക്കാക്കിയും തരും. നിന്റെ താഴ്മ കണ്ടിട്ടാ, ആ ഇസ്രായേൽ ജനത്തോടുള്ള നിന്റെ സ്നേഹം കണ്ടിട്ടാ. അവനെ വേദനിപ്പിച്ചാൽ നിന്റെ ഹൃദയം വേദനിക്കണം. അവനെ നോണ്ടിയാൽ നിനക്ക് നോണ്ടിയതുപോലെ തോന്നണം. അല്ലാതെ അവനെ നോണ്ടുമ്പോ നീ ഉള്ളുകൊണ്ട് എന്ന് നീ പല്ലിളിച്ച് ചിരിച്ചാൽ ഹൃദയം മറിയുന്ന അമ്മയ്ക്കും അച്ഛനും എന്റെ മകനെ നോണ്ടിയപ്പം അവന് ഇളിക്കുക, എന്റെ മകനെ പറയുമ്പം അവനവിടെ ചിരിയാ പൊട്ടുക എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം അറിയാവുന്ന അപ്പനും അമ്മയും നിന്നെ ചെവിക്ക് പിടിച്ച് വലിച്ചു പുറത്താക്കും. ഇത് തന്നെയാ ദൈവവും. ഇസ്രായേലിനെ നോണ്ടാൻ പോയാൽ നിന്റെ ഹൃദയം നോണ്ടിയതുപോലെ തോന്നണം. ഇസ്രായേലിന്റെ ചങ്കില് കുത്തിയാൽ നിന്റെ ചങ്കില് കുത്തിയതുപോലെ വേദനിക്കണം നിനക്ക്. ഇസ്രായേലിനെ പറഞ്ഞാൽ നിന്റെ ഹൃദയം തുടിക്കണം നിനക്ക്. മനസ്സിലായോ? അങ്ങനെ ഇസ്രായേലുമായിട്ട് നിന്നെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ വികാരം നിനക്കും വരണം. അല്ലാതെ എന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ കാട്ടലിവിന്റെ സ്വഭാവമേ കാണിക്കത്തുള്ളൂ, എനിക്ക് നാട്ടലിവിന്റെ സ്വഭാവം കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടൊലിവിൽ നിന്നും നിനക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാ. ദൈവം ഒടിച്ചങ്ങ് അങ്ങനെ തന്നെ ഇട്ടേക്കും. നിന്നെ വേരോടെ കരിഞ്ഞു പോകാൻ പറഞ്ഞേക്കുന്നത്. ആ ബഡ് ചെയ്ത ഭാഗം കരിഞ്ഞങ്ങ് പോകും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ വേരിൽ നിന്നും പറ്റിയിരിക്കണം. ആ കാട്ടൊലിവ് എന്നെ കൊണ്ടുപോയി നാട്ടൊലിവിനോട് പറ്റിച്ചാൽ ഇഴുകി ചേരണം. നീ അതുമായിട്ട് ഇഴുകി ചേർന്ന് കൊമ്പോട് കൊമ്പ് ചേർക്കണം. അപ്പോൾ അതിന്റെ വികാരം നിനക്ക് മനസ്സിലാകുന്നേ. അതിന് വേദനിച്ചാൽ നിനക്ക് വേദനിക്കൂന്നേ. അതിനെ പറഞ്ഞാൽ നിനക്ക് കൊള്ളൂന്നേ.
അതിനെ സ്നേഹിക്കാൻ നിനക്കും മനസ്സൊരുക്കം ഉണ്ടായിരിക്കുമെന്നേ. കാരണം നീ അതിനോട് ചേരണം. നിന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഴുകിച്ചേരാനാ, അതുമായിട്ട് ഒന്നാകാനാ. അതിന്റെ മഹത്വം നീ തിരിച്ചറിയണം. അതിലൂടെയാണല്ലോ എനിക്ക് വെള്ളം കിട്ടുന്നത്, അതിലൂടെയാണല്ലോ ഞാൻ ഫലവൃഷ്ടിയാകുന്നത്, അയ്യോ ഇതാണല്ലോ എന്ന് പറഞ്ഞ് നീ അറിയണം. അല്ലാതെ നീ അവിടെ കുതികാൽ ചവിട്ടിയിട്ട് ഉള്ളിലോട്ട് കയറി വേരിലിറങ്ങി പിടിച്ചു വലിച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞ പ്ലാൻ ഉണ്ടാക്കി ഇട്ടത്തില്ല. ഇതുപോലെയാ ക്രിസ്ത്യാനികൾ മുഴുവനും ഇന്ന് ക്രിസ്തുവിന് ഞങ്ങൾക്ക് ദൈവം ഇപ്പോഴത്തെ കമന്റ് ഇട്ട് കണ്ടില്ലേ, ക്രിസ്തുവിന്റെ രക്ഷയിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ, രക്തത്തിൽ രക്തത്തിൽ നിന്നെ ഒന്നും വീണ്ടെടുത്തതല്ലെന്നേ, വീണ്ടെടുത്തത് മുഴുവനും ഇസ്രായേൽ മക്കളെയാ. ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാനാ കർത്താവ് വന്നത്. കർത്താവ് ന്യായപ്രമാണ പ്രകാരം അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചത്, അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വീണ്ടെടുക്കാൻ ഒരു ഭരണം നടത്തിയില്ല കർത്താവ്. ഇതറിയാത്ത വിവരദോഷികളായ ക്രിസ്ത്യാനികളാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. വേരിൽ നിന്നും വെള്ളം വലിക്കണം. പേരിൽ നിന്നും ആർക്ക് വലിക്കാൻ കിട്ടത്തുള്ളൂ? ഇസ്രായേലിനെ വലിക്കാൻ പറ്റൂ. അയ്യോ വിവരദോഷികളെ, അവർക്കേ വലിക്കാൻ പറ്റൂ. അവരിൽ നിന്നും നിങ്ങൾക്ക് ബഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അല്ലാതെ ഇസ്രായേൽ വേരിൽ നിൽക്കുന്നു എന്ന് ഉള്ളതുകൊണ്ട് അസൂയ മൂത്തിട്ട് എന്നാ ഞങ്ങൾ അങ്ങ് വേരി കയറി കുത്തിപ്പഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞ് നീ പോയിട്ട് കർത്താവിന്റെ മടിയിൽ കയറി ഒട്ടിയിരിക്കാമെന്ന് സ്വയം തോന്നലുണ്ടെങ്കിൽ നടക്കത്തില്ല. നിന്നെ അങ്ങനെ കർത്താവ് കയറ്റിയിരുത്താൻ താല്പര്യപ്പെടുന്നില്ലെന്നേ. തന്റെ മടിയിൽ ഇരുത്തിയിരിക്കുന്ന മക്കളുണ്ട്. ആ മക്കളെ നീ ചേർന്ന് ഇഴുകിച്ചേർന്നാൽ നിനക്ക് അതിലൂടെ വന്ന് മടിയിൽ കയറിയിരിക്കാം. കാരണം നീ ഒന്നായി, നീ അവരുമായി ഒന്നായെന്നേ. നിന്നെ ബഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നിന്റെ ഹൃദയം അവരുടെ ഹൃദയവുമായി പറ്റിച്ചേർന്നേ. അങ്ങനെ പറ്റിച്ചേർന്നവന് മാത്രമേ കർത്താവിന്റെ മടിയിൽ തന്റെ മക്കളെ വെക്കുന്ന കൂട്ടത്തിൽ നിന്നെയും കയറ്റി ആലിംഗനം ചെയ്യാൻ തോന്നത്തുള്ളൂ. അല്ലാതെ അവർക്ക് കുതികാല് ചവിട്ടിയിട്ട് നിനക്ക് കയറി അവിടെ കയറി നിരങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അങ്ങനത്തെ കുതികാല് ചവിട്ടുന്നവന്മാർക്ക് സ്ഥലം കൊടുക്കുന്ന ദൈവമല്ലത്. നീ ദൈവസങ്കല്പം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ, നിനക്ക് ദൈവം ആരെന്നറിയാത്തത് കൊണ്ടാ അങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നത്. ഇപ്പൊ മനസ്സിലായോ? ദൈവം ആരാന്നറിയാത്തത് കൊണ്ടാണ്. നിന്റെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെല്ലാം അറിയുന്ന ദൈവം, നിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്ന ദൈവം കൃത്യമായിട്ടും ഇസ്രായേൽ മക്കളുടെ മേൽ ചവിട്ടിക്കേറി അവനെ കുതികാല് ചവിട്ടിയിട്ട് എനിക്ക് രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ് സ്ഥലം, എനിക്കാണ് ഫസ്റ്റ് കിട്ടേണ്ടതെന്ന് പറഞ്ഞ് അവന്റെ കുതികാലിനൂടെ ചവിട്ടിക്കേറി നുരഞ്ഞു കയറി മടി കയറി ഇരിക്കാന്നുള്ളതുകൊണ്ട് പുറങ്കാലൂടെ നീ ചവിട്ടി അറിയും നിന്നെ. കാരണം നായ്ക്കുട്ടിക്ക് കിട്ടിയ അവകാശമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ നന്ദിയുള്ളവനായി വാലാട്ടിക്കൊണ്ട് അവിടെ കയറി ഇരിക്കണം. നെളിയരുത്. നെളിയാതെ ദൈവത്തെ ഭയപ്പെടുക എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നീ തെളിയാതെ ദൈവത്തെ ഭയപ്പെട്. നായ്ക്കുട്ടിക്ക് കിട്ടിയ അവകാശം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ നന്ദിയുള്ളവനായി വാലാട്ടിക്കൊണ്ട് തിന്നതിൽ ദൈവം തന്നതിൽ നന്ദിയുള്ളവനായിട്ട് അവിടെ മാറിയിരിക്കേ. മേശയിലിരുന്ന് തിന്നുന്ന മക്കളെ കണ്ട് അസൂയപ്പെടാതെ. മേശയിൽ നിന്ന് മക്കൾ തിന്നുമ്പോഴും അതിൽ നിന്നും നിനക്ക് നായ്ക്കുട്ടിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതിൽ സന്തോഷപ്പെട്. അതാ നീ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിന്നെ കൊണ്ട് ഇഴുകിച്ചേരാൻ പറ്റുമെങ്കിൽ നീ ഇഴുകിച്ചെയ്താൽ നീ മടിയിലിരിക്കും, ഇരിക്കും നീ മടിയില്. എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേലിനോട് നീ ഇഴുകിച്ചേരണം. ആ ജനത്തോട് നിന്നെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സന്തോഷത്തിൽ നീ സന്തോഷിക്കണം. അവരുടെ ദുഃഖത്തിൽ നിനക്ക് ദുഃഖമുണ്ടായിരിക്കണം. അവരുടെ വേദനയിൽ നീ വേദന പങ്കുകൊള്ളണം. അവരുടെ ഹൃദയം നിന്റെ ഹൃദയവുമായിട്ട് ഒന്നാകണം. അങ്ങനെ നിന്നാൽ മാത്രമേ നിനക്ക് നന്മയുള്ളൂന്നേ. നിന്റെ രക്ഷ പോലും നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാനിപ്പോ സ്വർഗത്തിൽ പരക്കും എന്നൊക്കെ നീ കാത്തിരുന്നാൽ അത് വ്യാമോഹം മാത്രമാണ്. അങ്ങനെ ഒരു തോട്ടേ ഇല്ല. അത് നിങ്ങളുടെ എന്താ പറയാ പൊട്ടപ്പാസ്റ്റർമാർ ഇസ്രായേലിനോടുള്ള അസൂയ മൂത്തിട്ട് നിങ്ങൾ എന്തോ വലിയ ആനക്കാര്യമാണെന്ന് സ്വയം അങ്ങ് തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പഠിപ്പിച്ച വിഡ്ഢിക്കഥകളാണ്. ഇസ്രായേലിന്റെ മഹത്വം നിനക്കൊന്നും അറിയാത്തത് കൊണ്ടാ. ഇസ്രായേൽ മക്കൾ ആരാന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാ. അത് അറിയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. സ്വർഗത്തിൽ 24 മൂപ്പന്മാരെന്ന് പറഞ്ഞ് സ്വർഗ സിംഹാസനങ്ങളിൽ അവർ തലയിൽ കിരീടങ്ങൾ താഴെയിട്ടു എന്ന് പറയുന്നത് 12 ശിഷ്യന്മാരും 12 എന്താ പറയുന്ന ഗോത്രത്തിലെ തലവന്മാരുമാ. 12 ഇസ്രായേൽ ഗോത്രത്തിന്റെ തലവന്മാരുവാ. മക്കൾക്കുള്ളതാ സ്വർഗരാജ്യം, അല്ല നിനക്കൊക്കെ ഉള്ളതല്ല സ്വർഗരാജ്യം. നിനക്കൊക്കെ അവസരം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇസ്രായേലിന്റെ അവകാശത്തിലേക്ക് കയറി ചെന്നിട്ട് സ്വർഗത്തിൽ നീയൊക്കെ അവസരം നേട്. അല്ലാതെ നിനക്കൊക്കെ നുഴഞ്ഞു കയറി വല്ല കുറുക്കു വഴിയും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഡയറക്റ്റ് പോയി സ്വർഗത്തിൽ കയറിയേക്കാം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ, നിനക്കൊന്നും സ്വർഗരാജ്യത്തിൽ കയറാനേ പറ്റത്തില്ല. നിന്നെയൊക്കെ പഠിപ്പിച്ച് മണ്ടത്തരം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ പാസ്റ്റർമാര്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മണ്ടന്മാരെ പോലെ ചിന്തിക്കുന്നത്. സ്വർഗത്തിൽ തന്റെ രാജ്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 ഗോത്രങ്ങളെയും ഭരിക്കൂ എന്നാ പറഞ്ഞത്.
ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രങ്ങളെയും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ഭരിക്കുമെന്നാ പറഞ്ഞ. അല്ലാതെ രക്ഷിക്കപ്പെട്ടു വന്ന ജാതികളിൽ കിടക്കുന്ന AG ചർച്ചിലുള്ളവരെയും IPC കിടക്കുന്നവരെയും ഷാരോണിൽ കിടക്കുന്നവരെയും TPMൽ കിടക്കുന്നവരെയും ഒക്കെ രക്ഷിക്കപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്, അവരെല്ലാം കയറിയിരുന്ന് നിങ്ങൾ ഭരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവരക്കേട് പറയാതെ, വിവരക്കേട് ഇനിയെങ്കിലും മാറ്റിവെക്കേ. ഇനിയെങ്കിലും നിങ്ങൾ വിവരക്കേട് മാറ്റിയിട്ട് നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്ക്. കർത്താവ് പറഞ്ഞ വചനം പറഞ്ഞിരിക്കുന്നത്, കർത്താവെ ഞങ്ങൾ ഇതൊക്കെയും സകലവും വിട്ടു പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോഴാണ് പറഞ്ഞത്, നീ സ്വർഗത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ഭരിക്കുമെന്ന് പറഞ്ഞു. എവിടെയാ? സ്വർഗത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും വേണ്ടി സ്വർഗരാജ്യം എഴുതപ്പെട്ടു വെച്ചിരിക്കുകയാ. സ്വർഗത്തിൽ 12 ഗോപുരങ്ങൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഇവിടെ ഒരു ദേശമുണ്ട്. അപ്പോൾ യോശുവയോട് പറഞ്ഞു അത് അവകാശം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആർക്ക്? ഇസ്രായേൽ ദേശത്തുള്ള 12 സന്തതികൾക്കും അവകാശം വെച്ച് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ 12 ഗോപുരങ്ങളും പണിത് വെച്ച് സ്വർഗീക കൊട്ടാരം അവിടെ ഓരോ ഗോപുരത്തിനും ഓരോ വാതിലുകൾ പണിത് വെച്ചിട്ട് ഓരോ കോട്ടമതിൽ കെട്ടി അവിടെ ഇസ്രായേലിന്റെ സ്വർഗത്തിൽ രാജ്യം പണിത് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും പോയി താമസിക്കാനല്ല, നിനക്ക് പോയി താമസിക്കാനല്ല, AGക്കാരനും IPCക്കാരനും പോയി താമസിക്കാനല്ല. നീയൊക്കെ ഇസ്രായേലിന്റെ കൊമ്പിനോട് പറ്റിയിരുന്നാൽ പോയി താമസിക്കാം. അല്ലാതെ സ്വന്തമായിട്ട് ഞങ്ങളൊരു സഭയുണ്ടാക്കി അതുകൊണ്ട് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിച്ചാൽ നിനക്കൊന്നും കയറാൻ പറ്റില്ല. മനസ്സിലായോ? ആ 12 ഗോത്രങ്ങളെയും കർത്താവ് പറഞ്ഞെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ 12 ഗോപുരങ്ങൾക്കും 12 അടിസ്ഥാനം ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ചാർജ് തീരാറായി. 12 ഗോപുരങ്ങൾക്കും 12 അടിസ്ഥാനം ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 12 അടിസ്ഥാനങ്ങളും ആരുടെ പേരില്ല? 12 അപ്പോസ്തലന്മാരുടെ പേരില്ല. ആ 12 ഗോപുരങ്ങളുടെ മുകളിലും 12 ഗോത്രപിതാക്കന്മാരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ AG ചർച്ചിന്റെ പേരല്ല, IPC ചർച്ചിന്റെ പേരല്ല, രക്ഷിക്കപ്പെട്ടവർ എന്ന ക്രിസ്ത്യാനിയുടെ പേരല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 12 ഗോത്രങ്ങളുടെ പേരും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യം ആർക്കുള്ളതാ? ഇവിടുത്തെ വന്ന് കമന്റ് ഇട്ടല്ലോ, എന്തുവാ ഞങ്ങളെ ഇസ്രായേൽ മക്കൾ വെറും ഒരു ജനം മാത്രമാണ്, ദൈവം തിരഞ്ഞെടുത്ത ജനം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട നിന്റെ പേരിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വെറും ഒരു ജനം എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾക്കുള്ള അവകാശമാണ് സ്വർഗത്തില്. മക്കൾക്കുള്ള അവകാശത്തിൽ നിനക്കും അവകാശം തന്നു. നീ കയറി നെളിയാതെ ഭയപ്പെട്. മക്കൾക്കുള്ള അപ്പത്തിന് പകരം നായ്ക്കുട്ടികൾക്കും തന്നപ്പോൾ എന്ത് ചെയ്യണം? നായ്ക്കുട്ടികൾ തിന്നിട്ട് നന്ദി എന്ന് വാലാട്ടിക്കൊണ്ടിരിക്കണം, നന്ദിയോടുകൂടി ഇരിക്കണം. നീയൊക്കെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ആ മക്കളുടെ അവകാശത്തിൽ ദൈവം കയറ്റിയിരുത്തും. ആ അവകാശത്തിൽ നീ കയറ്റിയിരുന്ന് നീ പാര വെക്കുമെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ അത് മുന്നമ്മ കുട്ടിയെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും ചിന്തകളെയും അറിയാവുന്ന ദൈവം നിന്നെ ചവിട്ടി പുറത്താക്കും, അല്ലാതെ അങ്ങോട്ട് കയറ്റത്തില്ല. പക്ഷെ നീ നന്ദിയുള്ളവളാണ്, നീ നന്ദിയുള്ളവളായിരിക്കും. നീ നന്ദിയുള്ളവളായിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അവകാശത്തിൽ നിന്നെയും കൊണ്ടുവരും. ധൈര്യമായിട്ട് കർത്താവ് കൊണ്ടിരുത്തും. ഇസ്രായേൽ മക്കളുടെ ഒപ്പത്തിൽ തന്നെ നിന്നെ കൊണ്ടിരുത്തും. എന്നറിയാമോ? കർത്താവിന് നിന്റെ ഹൃദയം അറിയാം. നീ നന്ദിയുള്ളവളായിരിക്കും. നീ ഒരിക്കലും ഇസ്രായേലിന് കുതികാലി ചവിട്ടത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവകാശത്തിൽ ഒപ്പത്തിന് മേശയെ കൊണ്ടിരുത്തും. പക്ഷെ നിന്റെ ഹൃദയം അറിയാവുന്ന ദൈവം നിനക്ക് കൂടുവഴിയിലൂടെ ഇസ്രായേലിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ നിന്റെ സ്ഥാനം പിടിക്കണമെന്നില്ല മോഹവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് നിന്നെ ചവിട്ടി പുറത്താക്കും. ഇതാണ് ഇസ്രായേലിന്റെ, ഞാൻ ഒന്ന് ചാർജ് കുത്തട്ടെ, ഒരു മിനിറ്റ്. ഇതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതുപോലും ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയില്ല. ക്രിസ്ത്യാനിയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ദൈവം വന്നിട്ടുണ്ട്. ആ പുതിയ ദൈവം എന്ന് പറയുന്ന ആ ദൈവം രക്ഷ സൗജന്യമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ അങ്ങ് പറന്ന് അങ്ങ് ഓടിച്ചെല്ലാമെന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം നിങ്ങളെ നിങ്ങളെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വേരിൽ നിന്നും കൊമ്പുകൾ വെള്ളം വലിച്ചെടുക്കും. അത് തനിക്കൊമ്പുകൾക്കേ വലിക്കാൻ പറ്റത്തുള്ളൂ, നാട്ടൊലിവിനെ അത് വലിക്കാൻ പറ്റത്തുള്ളൂ. അല്ല കാട്ടൊലിവുകൾക്ക് കയറി വലിക്കാൻ പറ്റുമോ? ആ വെള്ളം വലിച്ചെടുക്കാൻ പറ്റുമോ? കാട്ടൊലിവായി നിന്നും ബഡ് ചെയ്ത് വെച്ചിരിക്കുക. ബഡ് ചെയ്ത് വെച്ചാൽ നീ അവിടെ അടങ്ങിയിരിക്കണം, കുറെ നേരം നോക്കണം വെള്ളം വലിക്കുന്നുണ്ടോ, വേര് വെള്ളം വലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ വേര് വലിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ വേരിന് അസൂയയില്ല, ആ വേരിന് എന്താ പറയുന്ന പരിഭവവും ഇല്ല. നിന്നെ ഒട്ടിച്ചു വെച്ചതില് ആ വേര് നിനക്ക് വെള്ളം തരും, നീ വാങ്ങിച്ചു കുടിക്കേ.
ആ വേരിലൂടെ നന്മ അനുഭവിക്കുക. അങ്ങനെ നീ ഇസ്രായേലിനെ അനുഗ്രഹിക്കുമ്പോൾ നീയും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞത് അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ പൊരുൾ അറിയാത്തത് കൊണ്ടാണ് പ്രിയ സഹോദരൻ, നിങ്ങളുടെ ആ നന്മ എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇസ്രായേലിന് വിരോധമായി ചിന്തിക്കത്ത് പോലുമില്ല. ഇസ്രായേൽ ജനത്തോട് നന്ദിയും കടപ്പാടും കൂറുമുള്ളവരായിട്ട് നിങ്ങൾ മാറും. അതാണ് യഥാർത്ഥത്തിന്റെ വഴിയെന്ന് പറയുന്നത്. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ഭാരപ്പെട്ട നാളുകളുണ്ടായിരുന്നു. മനസ്സിലായോ? എൻ്റെ ജീവിതത്തില് ഞാൻ വളരെയധികം ഭാരപ്പെട്ട്, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ. കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്യും, ദൈവം നിന്നെ അങ്ങനെ ആക്കും, ദൈവം നിന്നെ വിശേഷമായ നന്മകളാൽ നിറയ്ക്കും, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും, നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദൈവം എന്നെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. എനിക്ക് ദൈവകാര്യത്തെ ദൈവനാമത്തെ പ്രതി ചെയ്യാനായിട്ടോ അല്ലെ ദൈവം വിളിച്ച പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്താ എനിക്ക് ചെയ്യണം? കർത്താവെ, എന്നെ വിളിച്ചതല്ലപ്പാ, എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ പിതാവേ, അവിടുത്തെ രാജ്യത്തിന്റെ വേലയ്ക്കായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ പിതാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ച് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഒരിക്കൽ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാനൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് ഒരു മിച്ചർ കടയിൽ അവിടെ പാട്ടിട്ടിരിക്കുക. അപ്പൊ ഈ തമിഴ് പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ദൈവത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചും ഈ തമിഴിനോട് എനിക്ക് ഭയങ്കര ഇൻപമാണ്. അതൊരു ഇൻപമായ ലാംഗ്വേജാണ്. ആ തമിഴിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ തമിഴ് പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു തമിഴിൽ പാട്ട് കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഫീലും വേറൊരു ഫീല് തന്നെയാണ്. അങ്ങനെ ഞാനൊരു കടയിൽ പോയിട്ട് ഇങ്ങനെ മിച്ചർ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ പാട്ട് കേൾക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഈ പാട്ട് എനിക്കൊന്ന് കേൾക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു, ആ പെൺഡ്രൈവ് ഊരി എടുത്തിന്റെ കൈ തന്നു. എന്നെ പരിചയമേ ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ആ പെൺഡ്രൈവ് ഊരി എടുത്തിന്റെ കൈ തന്നിട്ട് പറഞ്ഞു, നീങ്ക കൊണ്ടുപോയി இந்த പാട്ട് ഉങ്ക ലാപ്ടോപ്പിൽ പോട്ടിട്ട് അപ്പുറമാ നീങ്ക തിരുപ്പി താരുങ്ക എന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ തിരിച്ച് പിന്നെ തന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പരിചയമില്ല, നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസമുണ്ട്? ഞാൻ അപ്പോഴേക്കും തങ്കച്ചി ഉങ്ക മുഖത്തിലേ ഇരിക്കുന്നത് നീങ്ക ഒരു കടവുൾ പിള്ളേന്ന് ചൊല്ലിയിട്ട്, അതായത് ഒരു ദൈവ പൈതൽ നിന്റെ മുഖം കാണുമ്പോഴേ അറിയാൻ പറ്റും, നീ ഒരിക്കലും ചതിക്കത്തില്ല, നീ തിരിച്ചു കൊണ്ട് തരുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നത്, നീ ഇത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ട് തന്നാതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പെൺഡ്രൈവിൽ ഈ പാട്ട് മേടിച്ചുകൊണ്ട്, അപ്പൊ എന്നെ ബലപ്പെടുത്തേണ്ട